അടിയന്തരാവസ്ഥ കാലത്ത് സാർ അപ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ചിലാണ്. അപ്പോൾ ഈ എങ്ങനെയായിരുന്നു ഇവിടുത്തെ, പ്രത്യേകിച്ചും ജോർജ് ഫെർണാണ്ടസ് ഒക്കെ അറസ്റ്റിലാകുകയാണല്ലോ, അപ്പോൾ എങ്ങനെയായിരുന്നു മുംബൈയിലേക്ക് ഒരു അന്ന് വലിയ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഒരു ധർമ്മസങ്കടം എന്ന് പറയില്ലേ മലയാളത്തിൽ, അതായിരുന്നു. എൻ്റെ സ്ട്രെങ്ത്ത് ലേബർ ലീഡേഴ്സാണ്, പൊളിറ്റിക്കൽ ലീഡേഴ്സ്. ആൻഡ് ദാറ്റ് ടു ഗവൺമെൻറ്റിനെ സഹായിക്കാൻ വേണ്ടിയിട്ട്, ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ അധികം വയലൻസ് ഉണ്ടാവാൻ പാടില്ല പറഞ്ഞിട്ട് ദെൻ വി യൂസ് ടു ഹാവ് വാട്ട് ഇസ് കോൾഡ് ബാക്ക് ചാനൽ നെഗോഷിയേഷൻ. അന്ന് സ്പെഷ്യൽ ബ്രാഞ്ചാണ്. അങ്ങനെ പറയുമ്പോൾ എല്ലാ ലീഡേഴ്സും എൻ്റെ പേഴ്സണൽ ഫ്രണ്ട്സായിരുന്നു. സോഷ്യലിസ്റ്റ്, പിന്നെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ്, ശിവസേന, കോൺഗ്രസ് ഒക്കെ ആവശ്യമില്ല, കാരണം ദേ ആർ ഇൻ പവർ. അങ്ങനത്തെ എല്ലാവരും എൻ്റെ ഓൾമോസ്റ്റ് പേഴ്സണൽ ഫ്രണ്ട്സായിരുന്നു. അന്ന് എസ് ബി ചവാനായിരുന്നു ചീഫ് മിനിസ്റ്റർ. എഗെയിൻ എൻ്റെ നല്ല റിലേഷൻഷിപ്പാണ്. ഹി യൂസ് ടു ലൈക്ക് മീ. എന്തെങ്കിലും ബോംബെയിലുണ്ടെങ്കിൽ ഹി വിൽ ഓൺലി ടെൽ മീ, ബട്ട് നോട്ട് ദി കമ്മീഷണർ. അത് എന്നോട് പറയും, എന്നോട് വരാൻ പറയും അവിടെ. അപ്പോൾ അന്ന് ഇങ്ങനെ ഈ ഇന്ദിരാഗാന്ധിയൊക്കെ വന്നപ്പോൾ ഒരുപാട് ബ്ലാക്ക് ഫ്ലാഗ് ഡെമോൺസ്ട്രേഷൻ ഉണ്ടായിരുന്നു. ഞാനത് എല്ലാം ഡീറ്റെയിൽസ് ആയിട്ട് എൻ്റെ ഒരു ബുക്കുണ്ട്, കീപ്പിംഗ് ഇന്ത്യ സേഫ് എന്ന് പറഞ്ഞാൽ. അതിലൊരു ചാപ്റ്റർ എമർജൻസിയാണ്, എങ്ങനെയത് വന്നതെന്ന്. ഒരുപാട് വയലൻസ് ഉണ്ടായിരുന്നു, നോട്ട് ഓൺലി മഹാരാഷ്ട്ര, പക്ഷേ ഗുജറാത്തിൽ, ബീഹാറിൽ. അപ്പോൾ എമർജൻസി ഡിക്ലെയർ ചെയ്തു. എനിക്ക് അറിയായിരുന്നു എന്തെങ്കിലും വരാൻ പോകുന്നുണ്ട്. ചീഫ് മിനിസ്റ്റർ വാസ് കോൾഡ് അറ്റ് നൈറ്റ്. ദെൻ അറ്റ് നൈറ്റ് ഹി കെയിം. 9 മണിക്ക് വന്നിട്ട് എന്നെ വിളിച്ചു. ദെൻ ഹി സെഡ് യു ബ്രിങ് ദി IG ആൻഡ് കമ്മീഷണർ ഓൾസോ. അവരോട് വരാൻ പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞു, ഇന്ന് രാത്രി എന്തെങ്കിലും ഉണ്ടാവുമ്പോൾ ഉണ്ട്, യു വിൽ ഹാവ് ടു അറസ്റ്റ് ജോർജ് ഫെർണാണ്ടസ് ആൻഡ് RSS ബാലാസാഹെബ് ദേവറസ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ രണ്ടാളും ബോംബെയിലില്ല. ജോർജ് ഫെർണാണ്ടസ് ബോംബെയിലില്ല, ദേവറസ് നാഗ്പൂരിലാണ്. പിന്നെ ആസ്റ്റും എന്ത് പ്രൊവിഷനിലാണ് ചെയ്യേണ്ടത്, ഇതൊക്കെ ഡിഫൻസ് ഓഫ് ഇന്ത്യ റൂൾ. എന്നിട്ട് അങ്ങനെയാണ് തുടങ്ങിയത്. ദെൻ ഈ സെഡ് ദാറ്റ് നാളെ ഒരു പ്രൊട്ടസ്റ്റ്, ഒന്ന് റാലീസ് ഉണ്ടാകാൻ പാടില്ല, മീറ്റിംഗ് ഉണ്ടാകാൻ പാടില്ല, ഒന്നും ഉണ്ടാകാൻ പാടില്ല. ഇറ്റ്സ് ഗോയിങ് ടു ബി ടോട്ടൽ ക്ലാം ഡൗൺ. അപ്പോൾ എന്താ ഈ വരുന്നതൊന്നും അറിയില്ലല്ലോ. സോ ഐ ഹാവ് ടു അലേർട്ട് എവറിബഡി അറ്റ് നൈറ്റ് വി ഹാവ് ടു ബി. അപ്പോൾ ആദ്യം നടന്നതെന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ലോയേഴ്സിൻ്റെ നെക്സ്റ്റ് മോർണിംഗ് പേപ്പറിൽ വന്നു, ഇങ്ങനെ എമർജൻസി ഡിക്ലെയർഡ് ആൻഡ് പീപ്പിൾ ആർ അറസ്റ്റഡ് ഇൻ ഡൽഹി. ഇവിടെ ഇപ്പോൾ അങ്ങനെ അറസ്റ്റ് ചെയ്യാനൊന്നും അങ്ങനെ ആളുകളും ടോപ്പ് ലീഡേഴ്സൊന്നും ഇല്ല. ജയപ്രകാശ് നാരായണനെ അറസ്റ്റ് ചെയ്തു, മൊറാർജിനെ അറസ്റ്റ് ചെയ്തു, ഇതൊക്കെ പേപ്പറിൽ വന്നു. പിന്നെ പറഞ്ഞു ന്യൂസ് പേപ്പറിലും ഗവൺമെൻറ്റിന് ക്രിറ്റിസിസം പാടില്ല. Then again I said that what can we do? Which law? ഏത് ലോയിൽ? ഡിഫൻസ് ഓഫ് ഇന്ത്യ പിന്നെയും. അപ്പോൾ രാവിലെ പറഞ്ഞു ഇങ്ങനെ പ്രൊട്ടസ്റ്റ് റാലി പാടില്ല. അപ്പോൾ ലോയേഴ്സിനെ മീറ്റ് ചെയ്തിട്ട് ഒരു പ്രൊട്ടസ്റ്റിന് തുടങ്ങിയപ്പോൾ I had to go and tell them. They were all very close to me, saying that no, you can't do this. I said no, I have to. You will not be able to. That is the law now. There is no freedom of speech. എല്ലാം സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് വാസ് വെരി ഡിഫിക്കൽട്ട് ഫോർ മീ. നമ്മുടെ ഫ്രണ്ട്സിനോട് ഇന്നലെ വരെ അവരുടെ കോപ്പറേഷൻ കിട്ടുക, എന്നിട്ട് അങ്ങനെ പറയാൻ. ദെൻ അന്ന് ഉണ്ടായ തമാശയ്ക്ക് എന്താണ് ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ലോയേഴ്സിൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ട്. അന്ന് പ്രശാന്ത് ഭൂഷൺ എന്ന് പറഞ്ഞ അച്ഛൻ, ശാന്തി ഭൂഷൺ, വെരി സീനിയർ ലോയർ, അയാളൊക്കെ വന്നിരുന്നു. അപ്പോൾ ഞങ്ങളെന്താ ചെയ്തിട്ടില്ലേ, വി ഹാഡ് ടു ഡു സംതിങ്. വി വെൻ്റ് ആൻഡ് ഓക്യുപ്പൈഡ് ഓൾ ദി സീറ്റ്സ്. അപ്പോൾ അവർ വന്നപ്പോൾ അവർക്കില്ല. അതേമാതിരി അന്ന് വൈകുന്നേരം വർക്കിംഗ് ജേർണലിസ്റ്റിൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, പ്രൊട്ടസ്റ്റ്, സെയിം തിങ്. അവിടെ പോയപ്പോൾ എല്ലാവരും പോലീസുകാരിയിരിക്കുന്നു. ദെൻ ദേ സെഡ് ലൂത്ത് ദിസ് ഇസ്, കുറേ ഞങ്ങളെ ചീത്ത പറഞ്ഞ് പോയി. പിന്നെ തുടങ്ങി അറസ്റ്റ് സോൻസോ എല്ലാം ഡൽഹിയിൽ നിന്ന് വരും ലിസ്റ്റ്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഫ്രണ്ട്സായിരുന്നു, നമ്മുടെ ലേബർ ലീഡേഴ്സ് എല്ലാവരും. ജോർജ് ഫെർണാണ്ടസ് ഇവിടെ അല്ല, ജോർജ് ഫെർണാണ്ടസ് ഒളിവിൽ പോയി, മൃണാൾ ഗോർ ഒളിവിൽ പോയി, എല്ലാവരും. അതൊക്കെ കുറേ കഴിഞ്ഞിട്ട് ഞങ്ങൾ കിട്ടിയുള്ളൂ. ഇറ്റ്സ് എ വെരി പെയിൻഫുൾ ചാപ്റ്റർ ഫോർ മീ. എനിക്ക് മടുത്തു. എത്ര ജോലി എടുത്താലും ഇങ്ങനെ നമ്മുടെ ഫ്രണ്ട്സിനെ, ആൻഡ് ദാറ്റ് ടു ഐ വാസ് നോട്ട് കൺവിൻസ്ഡ് അബൌട്ട് ദി റീസൺ.
ഇത് ഇങ്ങനെ എത്ര ചെയ്യണോ, എന്താണ് ക്ലാമ്പിംഗ് ഡൗൺ ദി മീഡിയയിൽ പോയിട്ട് പറയണം. ഞങ്ങൾ സ്പെഷ്യൽ ബ്രാഞ്ച് വാസ് ലൈക്ക് ദി സെൻസർ. ഇന്ദിരാഗാന്ധിയെ പറ്റി ക്രിറ്റിസിസം പാടില്ല, ഇന്ദിരാഗാന്ധിയുടെ ഫാമിലിയെ പറ്റി ക്രിറ്റിസിസം പാടില്ല. ഇതൊക്കെ ഇറ്റ് വാസ് വെരി പെയിൻഫുൾ ഫോർ മീ ബിക്കോസ് ഓൺ ദി വൺ ഹാൻഡ് യു സേ ദാറ്റ് യു ഗോട്ട് ഫ്രീഡം ഓഫ് സ്പീച്ച്, ഓൺ ദി അതർ ഇറ്റ്സ് ഓൾ ഗോൺ. അപ്പോൾ അത് ഇറ്റ് വാസ് വെരി ഡിഫിക്കൽട്ട് തിങ്. അന്ന് എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ എൻജോയ്ഡ് ദി വർക്ക് ഇൻ സ്പെഷ്യൽ ബ്രാഞ്ച്. പക്ഷേ ഈ 75 മുതൽക്ക് എനിക്ക് മടുത്തു. ഐ വോണ്ട് ടു ഗെറ്റ് ഔട്ട്. അപ്പോഴാണ് വന്നത് റോ അതിനെ പണ്ടെന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ റോ ഗെറ്റ്സ് പീപ്പിൾ ഹു ആർ യുനോ എന്താ പറയുന്നുണ്ടെങ്കിൽ ഐ ഡോണ്ട് സേ എഫിഷ്യൻറ്റ്, എവരിബഡി ഈസ് എഫിഷ്യൻറ്റ്, പക്ഷേ ഫ്ലെയർ ഫോർ ദാറ്റ് ടൈപ്പ് ഓഫ് ലൈഫ്. അപ്പോൾ എന്നെ ഒരുപാട് കാലമായിട്ട് മിസ്റ്റർ കാവ്, പിന്നെ കാവിൻ്റെ നമ്പർ 2 ശങ്കരൻ നായരായിരുന്നു. ശങ്കരൻ നായർ ഒറ്റപ്പാലത്തുകാരനാണ്, പക്ഷേ എനിക്ക് അദ്ദേഹത്തിനെ പരിചയമൊന്നുമില്ല. എൻ്റെ ഫാമിലി ഡോക്ടറുണ്ട് ഒറ്റപ്പാലത്ത്, ഡോക്ടർ കേശവ മേനൻ, പനങ്ങാട്ട് കേശവ മേനൻ. എന്നോടിങ്ങനെ പറഞ്ഞിരുന്നു, ഹി യൂസ് ടു ട്രീറ്റ് മീ ലൈക്ക് ഹിസ് ഓൺ സൺ. അപ്പോൾ നീ ഒരു പുതിയ ഓർഗനൈസേഷൻ ഉണ്ട്, നീ അവിടെ എന്താ പോകാത്തത്, വൈ ഡോണ്ട് യു ഗോ? ഐ സെഡ്, ഐ ലൈക്ക് പോലീസ് ലൈഫ്, ഐ ലൈക്ക് സ്പെഷ്യൽ ബ്രാഞ്ച്. അപ്പോൾ വന്നു. അന്ന് ഞങ്ങളുടെ IG ഒരു മിസ്റ്റർ വാഗ് എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു, മഹാരാഷ്ട്രൻ. അയാൾ ഒരുപാട് കാലം സെൻട്രൽ ഇൻ്റലിജൻസിൽ വർക്ക് ചെയ്തിട്ട് അയാളും എന്നോട് പറഞ്ഞു, വൈ ഡോണ്ട് യു ഗോ, സി ഇറ്റ്സ് എ വെരി ഗുഡ് എക്സ്പീരിയൻസ്, യു വിൽ ഗെറ്റ് എ മച്ച് ബെറ്റർ വ്യൂ ഓഫ് ഇന്ത്യ. ഇവിടെ നമ്മൾ ഓൺലി ബോംബെ, മഹാരാഷ്ട്ര, പക്ഷേ ആണെങ്കിൽ ഓൾ ഇന്ത്യ ലെവലിൽ വർക്ക് ചെയ്യാം. സോ അത് വന്നപ്പോൾ ഞാൻ പോകാൻ തുടങ്ങി. പക്ഷേ മഹാരാഷ്ട്ര ഗവൺമെൻറ് എന്നെ വിടില്ല. No, you can't go. You are doing something important. Then ultimately I had to go to SB Chavan, Chief Minister. പറഞ്ഞു ഇങ്ങനെ. അപ്പോൾ SB ചവാൻ മിസ് ഗാന്ധി എന്ന് പറഞ്ഞപ്പോൾ വലിയ കാര്യമാണ്. അന്നൊക്കെ ഇവരുടെ വിചാരം ഇത് ശരിക്കും മിസ്സസ് ഗാന്ധിയുടെ ഒരു ഡിഫറെൻറ്റ് പോലീസാണെന്നൊക്കെ അവരുടെ വിചാരം ഉണ്ടായിരുന്നു. ഈ ഇവരെന്താ ചെയ്യണമെന്നൊന്നും ഈ ഓർഡിനറി പൊളിറ്റീഷ്യൻസ് ഒന്നും അറിഞ്ഞിരുന്നില്ല. ഫോറിൻ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കറിയില്ല വാട്ട് ഈസ് ദിസ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ദിസ് ഇസ് വർക്കിംഗ് കണ്ട മിസ്സസ് ഗാന്ധി പറഞ്ഞു, നീ പൊക്കോ. അപ്പോൾ ഹോം സെക്രട്ടറി വന്ന് പറഞ്ഞു, DG പറഞ്ഞില്ല, DG ഈസ് എ മാൻ. അന്ന് DG ഉണ്ടായിരുന്നല്ലോ, IG ആയിരുന്നു. വാഗ് വാണ്ടഡ് മീ ടു ഗോ. പക്ഷേ എൻ്റെ കമ്മീഷണർ എന്നെ വിടില്ല. കമ്മീഷണർ, നീ പോയാൽ ഞാൻ എന്താ ചെയ്യുക? ഐ സെഡ്, ലുക്ക്, സംബഡി വിൽ കം ആൻഡ് യു വിൽ മാനേജ്. അപ്പോൾ ചീഫ് മിനിസ്റ്റർ അടുത്ത് പോയി പറഞ്ഞു, ഇല്ല, ലെറ്റ് ഹിം ഗോ നൗ. അങ്ങനെ 76 മെയിൽ ഞാൻ റോയിൽ പോയി. അങ്ങനെയാണ് തുടങ്ങിയത്. എമർജൻസിയിൽ അത്രത്തോളം, അപ്പോൾ ആ ഒരു എമർജൻസി തീരുന്നതിന് മുന്നേ തന്നെ റോയിലേക്ക് മാറി? ഇല്ല, മോസ്റ്റ് ഓഫ് ദി അറസ്റ്റ് വർ മെയ്ഡ് ഇൻ നോട്ട് ടൈം, കാരണം ഞാൻ എമർജൻസി വന്നിട്ട് ഏകദേശം ഒരു കൊല്ലം ഉണ്ടായിരുന്നു. ആ കൊല്ലത്തിലാണ് ഏറ്റവും അറസ്റ്റ് തുടങ്ങിയത്. നമ്മുടെ അങ്ങനെ എല്ലാവരും വിചാരിച്ചു അറസ്റ്റ് ചെയ്താൽ വല്ലാതെ ഇതുവരെ ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഒരു ഷോക്കാണ്. ദി ഹോൾ ഓഫ് ഇന്ത്യ ഇറ്റ് വാസ് ഷോക്ക്. They thought that ജോർജ് ഫെർണാണ്ടസ് was arrested in Calcutta. അതുകൊണ്ട് എല്ലാവരുടെയും, കാരണം ഒന്ന് പറയാൻ മറന്നു, എമർജൻസിക്ക് മുമ്പേ ഒരു വലിയ റെയിൽവേ സ്ട്രൈക്ക് ഉണ്ടായിരുന്നു. അത് വലിയ പ്രോബ്ലമായിരുന്നു. അതും ഐ ഹാഡ് ടു ഡു ദാറ്റ്. അന്ന് റെയിൽവേ സ്ട്രൈക്ക് പറഞ്ഞാൽ അത് കൊണ്ടാണ് ജോർജ് ഫെർണാണ്ടസ് ഇങ്ങനെ പറഞ്ഞിരുന്നു, ഡു യു നോ ഹൗ ദി Soviet revolution came? It started like a railway strike and we will see that there is a revolution here. അങ്ങനെ പറഞ്ഞപ്പോൾ മിസ് ഗാന്ധിക്ക് ഭയങ്കര ഒരു ദേഷ്യം വന്നു. They were trying to throw me out through a armed revolution. അതൊക്കെയാണ് എല്ലാം, I had written that. ആ ചാപ്റ്റർ വായിച്ചാൽ എല്ലാം അറിയാം. പക്ഷേ അത് വെരി റെട്ടറിക്സ് വർ അബ്സല്യൂട്ട്ലി നോട്ട് വെരി റെസ്പോൺസിബിൾ. അതായിരുന്നു. പക്ഷെ ഒന്നും ഉണ്ടായില്ല.